പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് സഭയുടെ യഥാർത്ഥ ശത്രു ആര് എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഈ ആനുകാലിക സംഭവങ്ങളെ ബേസ് ചെയ്ത് ചിന്തിച്ച് നോക്കിയാൽ സീറോ മലബാർ സഭയിൽ നടക്കുന്ന ആരാധനാക്രമത്തെ പറ്റിയുള്ള തർക്കങ്ങളും അതിനോടനുബന്ധിച്ച നടപടികളും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആരാധനാക്രമത്തിൻ്റെ യഥാർത്ഥ ആരാധനാക്രമം ഏതാണോ, അല്ലെങ്കിൽ എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നുമല്ല ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥ പ്രശ്നം എവിടെയാണ്, മറഞ്ഞിരിക്കുന്ന ശത്രു എവിടെയാണ്, ആ ശത്രുവിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാന വിഷയം. നമുക്കറിയാം, ക്രിസ്ത്യാനികളുടെ ശത്രു ആരാണ്? ഈ ഒരു ചോദ്യം മനസ്സിലേക്ക് വരുമ്പോൾ പലരും പല ഉത്തരങ്ങൾ കണ്ടെത്താറുണ്ട്. ഒന്നാമത്തെ ഉത്തരം, നമ്മളെ എതിർക്കുന്ന വേറെ മതവിഭാഗക്കാർ, അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അല്ലെങ്കിൽ മറ്റു പല തീവ്രവാദ സംഘടനകൾ. ഇതൊക്കെ തന്നെയായിരിക്കും പലരുടെയും മനസ്സിലേക്ക് വരുന്ന ഉത്തരങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയുടെ ശത്രു ഇവരാണോ? ക്രിസ്തു നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യൻ്റെ ശത്രു ആരാണ്? സുവിശേഷങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു ഒരിക്കലും ഒരു മനുഷ്യനെ പോലും നീ ദുഷ്ടനാണ്, അല്ലെങ്കിൽ നീ നശിച്ചു പോകും, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാറില്ല, അല്ലേ? അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാറുണ്ട്. യേശു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പോൾ കുരിശുമരണ സമയത്ത് തന്നെ ക്രൂശിച്ചവരോട് യേശു പറയുന്നുണ്ട്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴും അവിടെ അവരെ ന്യായീകരിക്കുന്ന സ്വഭാവമാണ് യേശുവിനുണ്ടായിരുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ചിന്തയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരാണ് യേശുവിനെ ക്രൂശിച്ചതെന്ന് മാനുഷിക ദൃഷ്ടിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ യേശു അങ്ങനെയൊരു ദൃഷ്ടിയിലല്ല അവരെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഏത് പാപിയായ വ്യക്തി, പ്രത്യേകിച്ച് പാപിനിയായ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവളെ കല്ലെറിയാൻ പോകുമ്പോൾ യേശു അവിടെ അവരെ തടയുന്നത് വളരെ സൗമ്യമായിട്ടാണ്, അല്ലേ? ഇവളെ, ആ പാപിനിയായ ആ സ്ത്രീയെ യേശു അവിടെ നിന്നും രക്ഷിക്കുന്നു. അപ്പോൾ അവിടെ രണ്ടുപേരെ രക്ഷിക്കുന്നുണ്ട് യേശു. ഒന്ന്, പാപിനിയായ സ്ത്രീയെ മനുഷ്യൻ്റെ വിചാരണയിൽ നിന്ന് യേശു രക്ഷിക്കുന്നുണ്ട്. രണ്ടാമത്, ഈ പാപിനിയായ സ്ത്രീയെ ഉപദ്രവിക്കാനിരുന്ന, അല്ലെങ്കിൽ അവളെ കൊല്ലാനിരുന്ന കുറേ പേരെ ആ പാപത്തിൽ നിന്നും യേശു രക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രോസ് യേശുവിനെ തടയുമ്പോൾ യേശു പെട്ടെന്ന് പത്രോസിനെ, സാത്താനെ നീ ദൂരെ പോവുക, നിൻ്റെ ചിന്ത സാത്താൻ്റെ ചിന്തയാണ് എന്നുള്ള ഒരു കാര്യം യേശു പറയുന്നുണ്ട്. അപ്പോഴും പത്രോസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, സാത്താനെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതായത് പത്രോസിനെ അല്ല, പത്രോസെ നീ ദൂരെ പോകുക എന്നോ, അല്ലെങ്കിൽ പത്രോസെ നീ മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അപ്പോൾ യേശു ഒരിക്കലും ഒരു മനുഷ്യനെ അവൻ്റെ കുറ്റം അതാണെന്നോ, അല്ലെങ്കിൽ അതുകൊണ്ട് അവനാണ് അതിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള, അല്ലെങ്കിൽ അവൻ നശിക്കേണ്ടവനാണ് എന്നുള്ളൊരു ചിന്താഗതിയല്ല യേശു പുലർത്തിയിരുന്നത്. പലപ്പോഴും പാപികളായിട്ടുള്ള ജനങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവരെ വളരെ സഹതാപത്തോടു കൂടിയാണ് യേശു കണ്ടിട്ടുള്ളത്.
നമ്മൾ ഈ ഒരു ചിന്ത പിശാചിനെ പറ്റിയുള്ള ഒരു ചിന്തയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം അത് തന്നെയാണ്. നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണ്? മനുഷ്യനാണോ, അതോ ഈ മനുഷ്യനെ ഈ തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കുന്ന പിശാചെന്ന് മറിഞ്ഞിരിക്കുന്ന ആ വ്യക്തിയാണോ? ഇന്ന് നമ്മുടെ ഈ സഭയുടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ, പിശാചിനെ പറ്റിയുള്ള വീഡിയോയിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യനെയും അവൻ ചുറ്റി നടന്ന് അവനെ പാപത്തിലേക്ക് വീഴ്ത്താനായിട്ട് അവനിങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നുകൊണ്ടിരിക്കുക, അലറുന്ന സിംഹത്തെ പോലെ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ആരൊക്കെ അവൻ്റെ കെണികളിൽ വീഴുന്നോ അവരൊക്കെ അവന് സ്വന്തമാവും. അവൻ്റെ പ്രേരണയിൽ പിന്നെ അവരെല്ലാവരും ജീവിക്കേണ്ടി വരും. അപ്പോൾ എന്നിരുന്നാൽ പിശാച് മാത്രമാണോ എല്ലാത്തിനും ഉത്തരവാദി? പിശാചിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പിശാചിനെ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന മനുഷ്യനും അതിന് ഉത്തരവാദി തന്നെയാണ്. അതല്ലാതെ എല്ലാവരും പിശാചിൻ്റെ തലയിൽ മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല, അല്ലേ? പിശാച് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കള്ളൻ ഒരു വീട്ടിൽ കക്കാനായിട്ട് കയറണമെങ്കിൽ വാതിൽ തുറന്നിട്ട് കൊടുത്ത വീട്ടുടമസ്ഥനായിരിക്കും അതിന് ഒരു പരിധിവരെ ഉത്തരവാദിയല്ലേ? ആ കക്കാനുള്ള കള്ളന് ഉള്ളിൽ കയറാനായിട്ട് അത് സഹായകരമായി. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യനും അവനവൻ്റെ ചോയ്സ്, അവനവൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തിന്മയെ സ്വീകരിക്കുന്നതും ആ തിന്മയെ പിന്നീട് പിന്നീട് അവനറിയാതെ അവനെ ഡ്രൈവ് ചെയ്യുന്നതായിട്ടാണ് ഭൂരിഭാഗം സംഭവങ്ങളിലും നമ്മൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആരാധനക്രമമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തെ പറ്റി എടുക്കുമ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്? പലർക്കും പല ദൈവശാസ്ത്രം അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പലരും പലതും ന്യായീകരിക്കാറുണ്ട്. അതങ്ങനെയല്ല, ഇതിങ്ങനെയായിരുന്നു, നമ്മുടെ പാരമ്പര്യം ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു എന്നൊക്കെ പല കൂട്ടരും പറയാറുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ ഇത് ആരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് നമുക്ക് ഇപ്പോൾ വേർതിരിച്ച് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോൾ എല്ലാവരും കത്തോലിക്ക സഭയുടെ അംഗങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു റെഫറൻസിന് വേണ്ടി പറയുകയാണെങ്കിൽ പഴയ ആരാധനക്രമത്തെ പിന്താങ്ങുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോഴും അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളത് നടത്തിയേ തീരൂ, പുതിയത് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് ഉറച്ച് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഒന്നാമത് അവരുടെ ഒരു ഈഗോ ആണ്, അല്ലേ? പലരും അതിൽ വൈദികരുണ്ട്, അൽമായരുണ്ട്. അതുപോലെ തന്നെ ഈ ആരാധനക്രമം അതിൽ കൂടെ അല്ലെങ്കിൽ പഴയ ആരാധനക്രമം നടത്തിയാൽ മാത്രമാണ് ദൈവം പ്രസാദിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത അവർക്കുണ്ടോ? ഇന്ന് പുതിയ ആരാധനക്രമം ഭൂരിഭാഗം പള്ളികളിൽ നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേ കുർബാന തന്നെയാണ് നമ്മൾ മറ്റുള്ള ഇടവകളിലും രൂപതകളിലൊക്കെ ആ പുതിയ കുർബാന തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആർക്കും പഴയ കുർബാനയിൽ നിന്ന് പുതിയ കുർബാനയിലേക്ക് വന്നപ്പോൾ ഏതെങ്കിലും ആത്മീയത കുറഞ്ഞു പോയതായിട്ട് ആരും രേഖപ്പെടുത്തി കണ്ടിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പഴയ കുർബാനയിൽ നിന്ന് പുതിയ കുർബാനയിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ കുർബാന സ്വീകരിച്ചപ്പോൾ യേശുവിന് പഴയ കുർബാനയുടെ അത്രയും ശക്തിയില്ല, അല്ലെങ്കിൽ പുതിയ കുർബാനയിൽ വരുന്ന തിരുവോസ്തിയിൽ യേശു ഇല്ല എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഉത്തരം. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ആ പഴയ ആരാധനക്രമം തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കത്തോലിക്ക സഭയിൽ നമ്മൾ
എപ്പോഴും സഭാധികാരികളെ അനുസരിക്കാറാണ് പതിവ്, അല്ലേ? നമ്മളുടെ സിസ്റ്റം അങ്ങനെ തന്നെയാണ് റൺ ചെയ്യാറുള്ളത്. കാരണം യേശു പഠിപ്പിച്ച മാതൃക തന്നെയാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. നമ്മൾ നമ്മുടെ സഭാതലവന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നു, അവർ പറയുന്നത് നമ്മൾ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ആരാധനാക്രമത്തിൻ്റെ പ്രശ്നങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് അതിൽ വന്നിട്ടുള്ളത്. ആ ഒരു മാറ്റം കൊണ്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അതിൽ തന്നെ പിടിവാശി പിടിക്കുന്നത് എന്നുള്ളത്? ഒന്ന്, നമുക്കറിയാം, നമ്മൾ അനുസരണം എന്നുള്ള ഒരു പുണ്യം അത് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അത് അൽമായനായിക്കൊള്ളട്ടെ, വൈദികനായിക്കൊള്ളട്ടെ, മെത്രാനായിക്കൊള്ളട്ടെ, നമ്മൾ ഒരാളെ അനുസരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടേതായിട്ടുള്ള അഹങ്കാരം നമുക്ക് എടുത്ത് തീക്കിയേ പറ്റൂ. നമുക്കറിയാം, നമ്മളുടെ മേലധികാരി നമ്മളോടൊരു കാര്യം പറഞ്ഞു. പലപ്പോഴും പല ഓർഗനൈസേഷനിൽ പറയാറുള്ളൊരു കാര്യം ഇതാണ്: നിങ്ങൾ പറയുന്നത് എത്ര ശരി തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങളുടെ ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യണം, അല്ലേ? ഇപ്പം മിലിറ്ററിയിലൊക്കെ നമ്മൾ യുദ്ധത്തിലൊക്കെ പോകുന്ന ആളുകൾ, നമ്മുടെ കമാൻഡർ നമ്മളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അനുസരിക്കണം. അവിടെ എൻ്റെ ബോധ്യമല്ല, എനിക്ക് പല കാര്യങ്ങൾ തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇപ്പോൾ വെടിയുതിർക്കണം, അല്ലെങ്കിൽ വെടിയുതിരിക്കേണ്ട എന്നുള്ളതൊക്കെ എൻ്റെ ചിന്തയാണ്. അവിടെ അതിന് പ്രസക്തിയില്ല. നമ്മൾ ഒരേ മനസ്സോടുകൂടി ആ കമാൻഡർ എന്താണോ പറയുന്നത് അത് നമ്മൾ സ്വീകരിക്കും, അത് നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് മിലിറ്ററികളിലും മറ്റുള്ള ഓർഗനൈസേഷനിലൊക്കെ നമ്മളെ പഠിപ്പിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മളത് സ്വീകരിക്കാറുള്ളത്. നമുക്ക് പലപ്പോഴും നമ്മുടെ അഭിപ്രായം പറയാം, പക്ഷെ കോമൺ ആയിട്ട് എല്ലാവരും സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മളോട് പറയുന്ന കാര്യങ്ങളുടെ മുന്നിൽ നമ്മൾ അതിനോട് യോജിച്ചുകൊണ്ട്, നമ്മളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, നമ്മുടെ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ അതിനോട് ഒരുമിച്ച് നിൽക്കും. നമ്മുടെ കുടുംബത്തിലായാലും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്? നമ്മുടെ അപ്പൻ നമ്മളോടൊരു കാര്യം പറഞ്ഞു, പക്ഷേ നമ്മൾ പറഞ്ഞു അത് ശരിയാണ്, അപ്പോൾ നമുക്കറിയാം അതിൽ തെറ്റുണ്ട്. പക്ഷേ നമ്മുടെ അപ്പൻ നമ്മളോട് പറയുന്നു, നീ അത് നിങ്ങൾ ഭാഗത്ത് തെറ്റ് ശരി തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളത് ഇപ്പോൾ ചെയ്യുക, നീ ഇപ്പോൾ അത് ചെയ്യുക എന്ന് പറയുന്ന നമ്മുടെ അപ്പൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നമ്മുടെ ആ ഒരു കാര്യം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ അപ്പനെ അനുസരിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ അത് തന്നെയാണ് പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ തന്നെ ചിന്ത ശരിയാവണമെന്ന് തന്നെയല്ല. പലപ്പോഴും നമ്മളോട് നമ്മുടെ എൽഡേഴ്സായിട്ടുള്ളവരൊക്കെ നമ്മളോട് പറയും, ഇപ്പോൾ അത് ചെയ്യേണ്ട, നല്ല കാര്യം തന്നെയാണ്, നീ ഉദ്ദേശിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് എനിക്കറിയാം, പക്ഷേ നീ ഇപ്പോൾ അത് ചെയ്യേണ്ട. അപ്പോൾ നമ്മളത് ദൈവം പറയുന്നതാണ് അത്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് അയാളിൽ കൂടെ ദൈവമാണ് പറയുന്നതെന്ന് നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മളത് സ്വീകരിക്കാറാണ് പതിവ്. അപ്പോൾ അതിന് വലിയൊരു അനുഗ്രഹമുണ്ട്, അല്ലേ? നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സഭാധികാരികൾ എന്തുകൊണ്ടാണ്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ യുദ്ധത്തിൽ പോകുന്ന പടയാളികളായിട്ടുള്ള, ഇപ്പോൾ ക്രിസ്ത്യാനികൾ സോൾജിയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ, അവരാരെങ്കിലുമൊക്കെ കൊല്ലേണ്ടി വരികയാണെങ്കിൽ യുദ്ധത്തിൽ, അവർക്ക് പാപമുണ്ടോ? നമ്മുടെ നിയമം അനുസരിച്ച് നമ്മൾ കൊല്ലരുത് എന്നുള്ളത് പാപം തന്നെയാണ്, അല്ലേ? പക്ഷേ യുദ്ധമുഖത്ത് ഏതെങ്കിലും ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ, സൈനികരായിട്ടുള്ള ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ, അവരുടെ ആക്ഷൻസ് മൂലം ആരെങ്കിലുമൊക്കെ മരണപ്പെടുകയാണെങ്കിൽ അവർക്കതിന് പാപമുണ്ടോ? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആ സൈനികൻ ഒരു ഉപകരണം മാത്രമാണല്ലേ, അയാൾക്ക് അവിടെ പ്രത്യേകിച്ച് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. പാപം എപ്പോഴാണ് പാപമാകുന്നത്? നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി ചിന്തിക്കുകയും നമ്മൾ സ്വതന്ത്രമായി തീരുമാനമെടുക്കുകയും ആ പാപം ആണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളത് പാപം ചെയ്യുമ്പോഴാണ് പാപമായിട്ട് മാറുന്നത്. പക്ഷേ വേറൊരാളുടെ നിർബന്ധം മൂലം,
വേറൊരു സിസ്റ്റത്തിൻ്റെ രീതിയിൽ നമ്മൾ അതിലൊരു ഉപകരണം പോലെ ആകുന്നത് കൊണ്ട് നമ്മൾ പാപം ചെയ്യുക എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിലൊക്കെ നമ്മുടെ മനസാക്ഷിയൊക്കെ ബന്ധപ്പെട്ടിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ആവശ്യമില്ലാതെ ഒരാളെ കൊല്ലേണ്ട ആവശ്യം നമുക്കില്ല, അല്ലെങ്കിൽ നിയമങ്ങൾ നമുക്ക് തരുന്നു. ഇപ്പോൾ ഒരു പട്ടാളക്കാരനോട് പറയുന്നു ഒരാൾ പോലും കൊല്ലരുത്, അല്ലെങ്കിൽ കൊല്ലാൻ പാടില്ല. പക്ഷേ പേഴ്സണലായിട്ടുള്ള വേറെ ഒരു വിരോധം മൂലം നമ്മൾ പട്ടാളക്കാരനാണെന്നുള്ള ബേസിൽ നമ്മൾ ഒരാളെ കൊല്ലാനോ അതിനും പാടില്ല. അപ്പോൾ അവിടെ ഇതാണ്, അവിടെയൊക്കെ മനസാക്ഷി, അതിന് ഒക്കെ പല കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രം നമുക്ക് അതിനെ വിലയിരുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, നമ്മളുടെ ഫ്രീ വില്ലോ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളല്ല, ഇഷ്ടത്തോടു കൂടിയല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരവാദികളല്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പുതിയ കുർബാന സ്വീകരിച്ചു, ഇനി അതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഉത്തരവാദി ആരാണ്? ആ കുർബാനയിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഉണ്ട്, പുതിയ കുർബാനയിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളുണ്ട്, തെറ്റുകളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അത് സൈൻ ചെയ്യുന്ന അതിൻ്റെ മേലധികാരിയാണ്. ആ പുതിയ കുർബാന പുറത്തേക്ക് വിട്ടിട്ടുള്ള അല്ലെങ്കിൽ അപ്രൂവൽ ചെയ്തിട്ടുള്ള അവർക്കാണ് അതിൻ്റെ കടവും അതിൻ്റെ പാപവും ഉള്ളത്. അപ്പോൾ നമ്മൾ പഴയ കുർബാന തന്നെ വേണമെന്ന് വാശി പിടിച്ച്, അല്ലെങ്കിൽ അത് മാത്രമാണ് ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് ഏറ്റെടുക്കുന്നത്. ഇവിടെ നമ്മൾ ആ സഭാധികാരികളിലേക്കാണ് അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരനുസരിക്കുമ്പോൾ അവരാണ് അതിൻ്റെ അത് ഏറ്റെടുക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആ പുതിയ കുർബാന സ്വീകരിക്കാനായിട്ട് നമ്മൾ സ്വീകരിച്ചുകൂടെ? പുതിയ ആരാധനക്രമം നമ്മൾ സ്വീകരിച്ചുകൂടെ? ഒരു അനുസരണത്തിൻ്റെ രീതിയിൽ ഇത് ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ദൈവശാസ്ത്രം അനുസരിച്ചും നിങ്ങൾ ശീലിച്ച പാരമ്പര്യം അനുസരിച്ചും പഴയ സിസ്റ്റമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന നിങ്ങളെ ബലമായിട്ട് നിങ്ങളെക്കൊണ്ട് പുതിയ കുർബാന ചെല്ലിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഏറ്റെടുത്തൂടെ? അല്ലാതെ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന രീതിയിലേക്ക് അതിനൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഒന്ന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്, നമുക്കുണ്ടാകുന്ന ഈ ഭിന്നതകൾ, നമ്മൾ എന്തുകൊണ്ടാണ് എന്ത് കാര്യത്തിൻ്റെ പേരിലായാലും മറ്റുള്ളവരെ, നമുക്കറിയാം ഇവിടെ വലിയൊരു ഗുരുതരമായിട്ടുള്ള പാപങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളോട് മേലധികാരി എന്ന അനുസരണം ശരിയാണെന്ന മേലധികാരി നമ്മളോട് ഒരു തെറ്റ് ചെയ്യാൻ പറയുകയാണ്, ഒരു പാപം ചെയ്യാൻ പറയുകയാണ്, ദൈവകൽപ്പനകൾ ലംഘിക്കാൻ പറയുകയാണെങ്കിൽ ശരിയാണ്, നമ്മൾ ആ മേലധികാരികളെ അനുസരിക്കുന്നില്ല. കാരണം നമ്മൾ ദൈവത്തോടും നമ്മൾ കൂറ് കാണിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ടുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ ഒരു ദൈവകൽപ്പനകളുടെ ലംഘനമില്ല, അല്ലേ? ഒരു ദൈവകൽപ്പനകളെ ലംഘിക്കാൻ അല്ലെങ്കിൽ പാപം ചെയ്യാനൊന്നല്ല പുതിയ ആരാധനക്രമത്തിൽ പറയുന്നത്. യേശുവിനെ എടുത്ത് നീക്കുകയോ യേശുവിനെ അവഹേളിക്കുകയോ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. വെറുതെ വളരെ ചെറിയൊരു മാറ്റം, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു മാറ്റം കൊണ്ട് മാത്രം എന്താണ് അവിടെ സംഭവിക്കാനുള്ളത്? ഏതെങ്കിലും പാരമ്പര്യങ്ങൾ മാഞ്ഞു പോവുകയാണെങ്കിൽ, തോമസ് ലീഹ ഇത് കാണുകയാണെങ്കിൽ തോമസ് ലീഹ ഏത് സ്റ്റാൻഡ് എടുക്കും? ഇപ്പോൾ തോമസ് ലീഹയുടെ പെൺമുറക്കാരാണല്ലോ നമ്മൾ. അപ്പോൾ തോമസ് ലീഹ ഈ സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ തോമസ് ലീഹ എന്തായിരിക്കും നമ്മളോട് പറയുന്നത്? നിങ്ങൾ സഭയെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങളെ പഴയ സിസ്റ്റം തന്നെ കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾ തന്നെ വ്യക്തിഗതമായിട്ട് വേറെ രീതിയിൽ മാറി പൊക്കോളൂ എന്നാണോ പറയാറ്? അപ്പോൾ അങ്ങനെയും കൂടി നമുക്ക് ചിന്തിക്കാം. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, നമ്മളെക്കൊണ്ട് നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്, നമ്മളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം, സഭയിൽ എവിടെയായാലും പിശാചിന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്.
പലപ്പോഴും ഇന്നത്തെ നമ്മളുടെ സഭയിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കുമ്പോൾ, സഭ എന്ന് പറയുന്നത് കേവലം വൈദികർ മാത്രമല്ല, സഭയിലുള്ള കുടുംബങ്ങളെല്ലാവരും തുല്യ ഉത്തരവാദിത്വമുള്ളവരാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിൻ്റെ കാരണം ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞു, നമ്മളെവിടേക്കോ തിന്മയുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാനയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ചെല്ലുന്ന വൈദികർ പോലും വിശുദ്ധ കുർബാനയെ പരസ്യമായിട്ട് അവഹേളിക്കാനായിട്ട് നിന്നു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് അവർ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനർത്ഥം അവർക്കതിന് പെയിൻ വരുന്നില്ലേ? നമുക്കറിയാം, വിശുദ്ധ കുർബാന ഒരിക്കലും ഒരാൾ ബലം പ്രയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഉള്ള നിർബന്ധപൂർവമോ നമുക്ക് അവിടെ നടത്താനോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. വിശുദ്ധ കുർബാന തുടക്കത്തിൽ തന്നെയാണ് നമ്മുടെ അനുരഞ്ജനത്തോടു കൂടി മാത്രമാണ് നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭർത്താവ് പറയുന്ന പോലെ, നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ സഹോദരനോട് രമ്യതപ്പെടാതെ നിനക്ക് ബലിയർപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അർപ്പിക്കുന്ന ബലികൾ കൊണ്ടൊന്നും ഒരു ഉപകാരവുമില്ല. നമ്മുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബലിയും സ്വീകാര്യമല്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ എറണാകുളത്തെ അങ്കമാലി രൂപതകളിലെ കുർബാനകളിലൊക്കെ പുതിയ ആരാധനക്രമത്തെ അനുകൂലിക്കുന്നവർ വന്ന് പഴയ കുർബാന നടക്കുമ്പോഴൊക്കെ തടസ്സപ്പെടുത്തുന്നതും അവിടെ നിന്ന് മുട്ടുത്തിയൊക്കെ പ്രാർത്ഥിച്ച്, അതൊക്കെ നമ്മൾക്ക് വിചാരം ഇതൊക്കെ നല്ല കാര്യമാണ്, അല്ലെങ്കിൽ പുതിയ കുർബാനയെ മാർപ്പാപ്പ പറഞ്ഞതുപോലെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് വിഡ്ഢിത്തരമാണ്. അങ്ങനെയൊന്നും പ്രയോഗത്തിൽ കൂടെയൊന്നും ഒരു കാര്യങ്ങൾ നിർത്തിവെക്കാനോ അല്ലെങ്കിൽ അത് നടത്തിക്കാനോ നമ്മൾ ചെയ്യാൻ പോകരുത്. കാരണം അതിൻ്റെ പിറകിലും പിശാച് തന്നെയാണ്, അല്ലേ? അവന് എന്താണ് ആഗ്രഹം? പിശാചിന് എന്താണ് ആഗ്രഹം? ഈ സഭയിലെ എല്ലാവരും തെറ്റിപ്പിരിയണം, തമ്മിൽ വെറുപ്പുണ്ടാകണം, അവർ വിശുദ്ധ കുർബാനയെ അവഹേളിക്കണം, യേശുവിനെ അവഹേളിക്കണം. മറ്റുള്ളവർ ഇത് കണ്ടുകൊണ്ട് ഈ സഭ അല്ലെങ്കിൽ ഈ സഭയെ കളിയാക്കണം, ഈ സഭയിൽ നിന്ന് മാറി നിൽക്കണം. നമുക്കറിയാം, നമ്മുടെ പുതിയ മക്കൾ അല്ലെങ്കിൽ യുവജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എത്രമാത്രം അവർക്ക് സഭാധികാരികളോടും അല്ലെങ്കിൽ നമ്മുടെ സഭയോടും എത്രയധികം സ്നേഹം തോന്നും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയുന്നില്ല. ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ ഇങ്ങനെ പക അല്ലെങ്കിൽ നമ്മൾക്ക് രമ്യതപ്പെടാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നത് പലപ്പോഴും പല ഉദാഹരണങ്ങൾ നമ്മുടെ സഭാചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഫ്രാൻസിസ് അസീസി, അതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിൽ തന്നെയുള്ള കുഞ്ഞച്ചനൊക്കെ, അവരൊക്കെ സഭാധികാരികളെ വിധേയപ്പെട്ടുകൊണ്ട് ചെയ്യാനിരിക്കുന്ന നന്മ പോലും അവർ മാറ്റിവെച്ചിട്ടുണ്ട്. ശരിയെന്ന് തോന്നിയത്, അവരുടെ ദൃഷ്ടിയിൽ ശരിയെന്ന് തോന്നിയ കാര്യം ചെയ്യാനായിട്ട് വരുമ്പോൾ സഭാധികാരികൾ വേണ്ട എന്ന് പറയുമ്പോൾ അത് പൂർണ്ണ മനസ്സോടുകൂടി അത് ഏറ്റെടുത്ത് അത് സ്വീകരിച്ചുകൊണ്ട് അതിന് വിധേയപ്പെട്ട് അവർ ജീവിക്കുമ്പോഴാണ് അവർ വിശുദ്ധരായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ വിശുദ്ധിക്കൊരു കോട്ടമോ അവരുടെ പുണ്യങ്ങൾക്കൊരു കോട്ടമോ അവിടെ വന്നിട്ടില്ല. അതൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഓരോ മനുഷ്യനെയും പരീക്ഷിക്കുന്ന സമയങ്ങളാണതൊക്കെ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ദൈവം അനുവദിക്കുന്നത് നമ്മുടെ സീറോ മലബാർ സഭയിൽ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സഭാധികാരികളെയും നമ്മുടെ വൈദികരെയും നമ്മുടെ ഇടവക ജനങ്ങളെയും ദൈവം പരീക്ഷിക്കുന്നതാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്കുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് അനുസരണമുണ്ട്, എത്രത്തോളം നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ എത്രത്തോളം ബോധ്യത്തോടു കൂടിയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അത് കാണിച്ചു കൊടുത്തു. നമുക്ക് ഒരു വിശ്വാസവുമില്ല, നമുക്ക് ഈ വിശുദ്ധ കുർബാന എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, ദൈവത്തിൻ്റെ മനസ്സറിയില്ല നമുക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ തന്നെയാണ് അവസാന കാലഘട്ടത്തിൽ യേശു പറയുന്നത്, വിശ്വാസം ആരിലൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും. ഇന്ന് നമ്മൾ ഈ ഒരു ആരാധനാക്രമം
ആരാധന ക്രമത്തിലെ ഈ പ്രശ്നം മാത്രമാണ് ഇനി പ്രശ്നം എന്നുള്ളത് രീതിയിലൊക്കെ ഇരിക്കുന്നവർ ഇനിയും വലിയ വലിയ പ്രശ്നങ്ങൾ ഈ സഭയിലൊക്കെ സംഭവിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെങ്ങനെ നേരിടുന്നു, നമ്മളുടെ മനോഭാവം എന്താണ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കാനുള്ള മാർഗം. അപ്പോൾ ഇതിനോട് ബലിയാടികളായിട്ട് കുറേ പേരുണ്ട്. കുറേ പേര് അൽമായരും വൈദികരും മെത്രാന്മാരും ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എത്രത്തോളം അതിന് വലുപ്പമുണ്ടെന്ന് അവർക്കറിയില്ല അല്ലേ. അവർ മൂലം ക്രിസ്തു നിന്ദിക്കപ്പെടുന്നു, അവർ മൂലം ക്രിസ്തു അവഹേളന പാത്രമാവുന്നു. അതിന് കാരണക്കാരായിട്ടുള്ള അവർ എത്രത്തോളം തിന്മയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നുള്ളതാണ്. ഒരു മനുഷ്യന് എപ്പോഴാണ് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമാവുന്നത്? ഒരാൾക്ക് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമല്ലെങ്കിൽ പിന്നെ അയാൾക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. ഇന്ന് പല കാര്യങ്ങളും അവിടെ അരങ്ങേറുമ്പോൾ പലരും പല രീതിയിൽ പല പ്രയോഗത്തിൽ കൂടെ പല രീതിയിലൊക്കെ ഇതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ വിചാരം അവരുടെ മനസ്സാക്ഷിക്ക് ശരിയെന്നാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ മനസ്സാക്ഷി ദൂഷിച്ചതാണെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറയാനായിട്ട് സാധിക്കും? അപ്പോൾ ഇതാണ് നമുക്ക് തിന്മയെന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമുക്ക് ആ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ എത്രത്തോളം തിന്മ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്നിൽ തിന്മയുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധ്യം തന്നെ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അതില്ലാത്തവൻ താൻ ചെയ്യുന്നതൊക്കെ ശരി തന്നെയാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. നിർമ്മലമായിട്ടുള്ള മനസ്സാക്ഷി എവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും? ആരിലാണ് നിർമ്മലമായ മനസ്സാക്ഷിയുള്ളത്? നമുക്കറിയാം, ഓരോ വിശുദ്ധന്മാർ അവർ എത്രത്തോളം ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും അവർ വീണ്ടും വീണ്ടും തോന്നുകയാണ് അവർ വിശുദ്ധരല്ല, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ വീണ്ടും തിന്മകൾ. കാരണം അവരെത്രത്തോളം അവരുടെ ഉള്ളിലുള്ള തിന്മയെ ബോധ്യപ്പെട്ട് അതിനെ പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു തിന്മയും ചെയ്യുന്നില്ല, ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ദൈവത്തെ കളിയാക്കുന്നവരുടെ ഉണ്ടാവുന്നത്. നമുക്കറിയാം ഇനി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്. ഇപ്പോൾ ഈ ആത്മായർ ആരും ഇതിൽ നിന്ന് പിന്മാറുകയില്ല. ഇനിയിപ്പോൾ വൈദികർ പിന്മാറിയാലും ആത്മായർ പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാം, യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലെ തർക്കം പോലെ തന്നെ ഇത് മുന്നോട്ട് പോകും. പള്ളികൾക്ക് വേണ്ടി അടികൂടും, ഒരു വിഭാഗമായിട്ട് അവർ മാറും. അങ്ങനെ കുറേ പേര് ദൈവത്തിൽ നിന്നും, കുറേ തലമുറയിലെ മക്കൾ ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും അകലും. അത് വലിയൊരു മുറിവായിട്ട് സീറോ മലബാർ സഭയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, പുതിയ ആരാധനക്രമത്തെ മാർപ്പാപ്പ പറഞ്ഞു പുതിയ ആരാധനക്രമം പ്രാബല്യത്തിൽ വരുത്തണം, അല്ലെങ്കിൽ പുതിയ കുർബാന ഇനി മുതൽ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അധികാരത്തിനെ ബേസ് ചെയ്തുകൊണ്ട് പലരും അധികാരം സ്ഥാപിക്കാനായിട്ട് ബലപ്രയോഗത്തിൽ കൂടിയോ കോടതികൾ വഴിയായിട്ടൊക്കെ മൂവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. അവരുടൻ തന്നെ ജൂലൈ 3 എല്ലാ പള്ളികളിലും ഇത് ഞങ്ങൾ പ്രാബല്യത്തിൽ വരുത്തും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മുടെ ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ വലിയ വലിയ ബലപ്രയോഗങ്ങൾക്കും വലിയ വലിയ ദുരന്തങ്ങൾക്കൊക്കെ തന്നെയാണ് വഴിതെളിക്കുള്ളൂ അല്ലേ. കാരണം സഭ എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് കൊണ്ടുവന്ന സ്ഥാപിച്ച പള്ളികളല്ല. ഇതിൻ്റെ എല്ലാവരും അവരവരുടെ ജനങ്ങളുടെ പൈസ മൂലം ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട പള്ളികളും കാര്യാലയങ്ങളൊക്കെ തന്നെയാണ് എല്ലാവിടെയും ഉള്ളത്. അപ്പോൾ അതിനൊക്കെ തുല്യ അവകാശം അവിടുത്തെ ഇടവക ജനങ്ങൾക്കും ഉണ്ട്. അപ്പോൾ
ഇടവചനങ്ങൾ തന്നെ 2 വിഭാഗമാണെങ്കിൽ അവർ അവരുടെ പൊതുവായിട്ടുള്ള ആരാധനാലയത്തിന് വേണ്ടിയിട്ട് തെരുവിൽ അവർ തല്ലുകൂടും. അപ്പോൾ അതൊക്കെ നമുക്കിനി കാണാനായിട്ട് സാധിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ ബലപ്രയോഗത്തിൽ കൂടെ ഇത് മുന്നോട്ട് പോവുക എന്നുള്ളത്, അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാവുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യമുള്ള സഭാധികാരികൾ ഒരിക്കലും അങ്ങനെ ഒരു ബലപ്രയോഗത്തിൽ കൂടെ അത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പഴയ കുർബാനയുടെ വാലിഡിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതാവും. പിന്നെ പഴയ കുർബാന അർപ്പിക്കുന്നവർ കുർബാന അല്ല അർപ്പിക്കുക എന്നുള്ള രീതിയിൽ വരും. കാരണം ഓൾറെഡി സഭയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്, അല്ലേ? കെട്ടാനും അഴിക്കാനും സഭയ്ക്ക് തന്നെയാണ് അധികാരം, സഭാതലവന് തന്നെയാണ് അധികാരം. സഭാതലവൻ്റെ ഒരു വാക്ക് മതി ഇനിയുള്ള കുർബാനകളൊക്കെ വാലിഡിറ്റി ഇല്ലാതായി തീരാനായിട്ട്, പഴയ കുർബാനകളുടെ വാലിഡിറ്റി ഇല്ലാതായി തീരാനും ഇതുപോലുള്ള വൈദികരുടെ മേലുള്ള എല്ലാ അധികാരങ്ങളും എടുത്തു നീക്കാനായിട്ടും സഭാ അധികാരികളുടെ ഒരു വാക്ക് മാത്രം മതി. കാരണം യേശു തന്നെ അത് കൊടുത്തിട്ടുള്ള അധികാരമാണ്. അപ്പോൾ അതറിയാവുന്ന വൈദികർ വീണ്ടും ഇതിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ പിന്നെ ബലപ്രയോഗത്തിൽ കൂടെ ഇത് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുന്നത്? വിശുദ്ധ കുർബാന ഈ പള്ളികളിലൊന്നും നടക്കാതെ പോവും, പള്ളി പൂട്ടിയിടേണ്ട സിറ്റുവേഷൻ വരും. അല്ലെങ്കിൽ പഴയ കുർബാന നടക്കുന്നവർ അതിലൊന്നും വിശ്വാസികൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അവരാരും അതിൽ സംബന്ധിക്കാനായിട്ട് വരികയില്ല. പലരും പല രീതിയിൽ പല സ്ഥലങ്ങളിലേക്ക് ചേക്കേറും. അതൊക്കെ തന്നെയാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന തിന്മയെന്ന വലിയ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. അവൻ ഇതൊക്കെ കണ്ടുകൊണ്ട് മാറി നിന്നുകൊണ്ട് ചിരിക്കുകയാണ് അവിടെ ഇരുന്ന്, അല്ലേ? വൈദികർ ഇതൊക്കെ കാണിക്കുന്നതും അൽമായരൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അവൻ അവിടെ മാറിയിരുന്ന് ദേവാലയത്തിൻ്റെ നടുമുറ്റത്ത് വന്നിരുന്നു കൊണ്ട് അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ കളിയാക്കുകയാണ്. കണ്ടോ, നിൻ്റെ ജനം ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ചേരി തിരിഞ്ഞ് തല്ലുകൂടുന്നത് നീ കണ്ടോ? നീ എത്രത്തോളം വിലപ്പെട്ടതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീ എത്രത്തോളം പ്രിയങ്കരമായിട്ട് നീ കൊണ്ടു നടന്ന നിൻ്റെ പുരോഹിതർ ചേരി തിരിഞ്ഞ് തല്ലുകൂടുന്നത് നീ കണ്ടോ, അല്ലെങ്കിൽ തെറി വിളിക്കുന്നത് നീ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് അവിടെ ചുറ്റും കറങ്ങി നടക്കുകയാണ്. മനുഷ്യർ അവൻ്റെ പ്രവൃത്തി എന്താണെന്ന് അറിയാതെ, അല്ലെങ്കിൽ എന്നെ ഇവനാണ് സ്വാധീനിക്കുന്നത്, എന്നെക്കൊണ്ട് ഇവനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ബോധ്യമില്ലാതെ മനുഷ്യർ തമ്മിൽ തല്ലുകൂടുകയും കടിച്ചു കീറുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബോധ്യം മനുഷ്യൻ എന്ന് വരും, എപ്പോൾ വരും? കാരണം ഈ ബോധ്യം വരുത്തേണ്ട വൈദികർ പോലും അതിൽ നിന്ന് അവൻ്റെ കെണിയിലകപ്പെട്ടുകൊണ്ട് അതിൽ ആ ഒരു തിന്മയിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പോൾ ആരിനി അത് പറഞ്ഞ് അത് മനസ്സിലാക്കും? എന്നെ ഭരിക്കുന്നത് തിന്മയാണ്, അല്ലെങ്കിൽ എനിക്ക് തിന്മയാണ് എന്നെക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്, എനിക്ക് അനുസരിക്കാൻ ബോധ്യമില്ലാതാക്കി തീർക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഈഗോ, ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനം കൊണ്ടാണെന്ന് ആര് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും? അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെയധികം സമ്പത്ത് നമുക്കൊക്കെ വരുമ്പോൾ, സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മളുടെ ആത്മീയത പലപ്പോഴും നമ്മൾ കൈവിട്ടു പോകാറുണ്ട്. പലപ്പോഴും പള്ളികളിലും പല ദേവാലയങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ ആഘോഷങ്ങളുടെ തിരക്കാണ് നമുക്കെപ്പോഴും, അല്ലേ? പണക്കൊഴുപ്പിൻ്റെ ആഘോഷങ്ങളും പണക്കൊഴുപ്പ് കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും, അവിടെ പലപ്പോഴും നമ്മളുടെ വിശ്വാസ സത്യങ്ങളോ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾക്കൊന്നും മുൻതൂക്കം നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ കാരണങ്ങളായിട്ട് പിറകിൽ തന്നെയുണ്ട്. നമ്മൾ പലപ്പോഴും യേശു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. പലപ്പോഴും നമ്മൾ
നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ടാക്സുകൾ, ആരാധനാലയങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ എത്രത്തോളം അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവങ്ങൾക്ക്, ആരോരുമില്ലാത്തവർക്ക്, അനാഥർക്ക് വേണ്ടി ചിലവഴിക്കേണ്ട സമ്പത്ത് അവർക്ക് കൊടുക്കാതെ അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ആഡംബരങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി മാത്രമാണോ നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ദൈവം നമ്മൾ ഓരോരുത്തരും വരമേൽപ്പിച്ച സുവിശേഷവൽക്കരണം, സുവിശേഷ പ്രഘോഷണം എന്നുള്ള ദൗത്യം നമ്മൾ എത്രമാത്രം ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ വീടുകളിലും ചെയ്യുന്ന, ഓരോ ഇടവകളിലും വീടുകളിലൊക്കെ ചെയ്യുന്ന അനാചാരങ്ങൾ അല്ലെ, നമ്മുടെ മക്കളെ എത്രത്തോളം നമ്മൾ ദൈവത്തിൽ വളർത്തുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ആശ്രയം ആരാണ്? പൈസയാണോ ദൈവമാണോ? അപ്പോൾ അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഇതിൻ്റെ പിറകിൽ കാരണങ്ങളായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ പരിപൂർണമായിട്ട് അറിയാത്ത വ്യക്തി, അല്ലെങ്കിൽ ദൈവാനുഭവത്തിൽ ജീവിക്കാത്ത വ്യക്തി, ദൈവത്തെ അടുത്തറിയാത്ത വ്യക്തി, അവർക്കൊക്കെ ഇത് സംഭവിക്കും. അങ്ങനെ പറഞ്ഞേ, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കിയത്? ക്രിസ്ത്യാനിയായിട്ടുള്ളത് പേരിന് മാത്രമായിട്ട് മാറിയവരാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് മാറിയ തലമുറയിൽപ്പെട്ടവരാണോ? അതോ യഥാർത്ഥ വിശ്വാസത്തോടു കൂടി ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളായവരാണോ എന്നുള്ളതൊക്കെ ഇവിടെ ബോധ്യപ്പെടും. അപ്പോൾ ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പല വൈദികരും, പല വലിയ ധ്യാനഗുരുക്കന്മാരും പോലും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്ന, പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്നേഹത്തിൻ്റെ, അനുസരണത്തിൻ്റെ ഒക്കെ ദൈവശാസ്ത്രങ്ങൾ എവിടെയായിപ്പോയി? അപ്പോൾ അതിനെല്ലാം ഉത്തരം ഇത് തന്നെയാണ്. ആര് വേണമെങ്കിലും വീഴും, ആരിലും വേണമെങ്കിലും പിശാച് പ്രവർത്തിക്കും. അത് ബോധ്യപ്പെടാതെ അവർക്ക് ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. അവരിനി ബോധ്യപ്പെട്ടൊക്കെ വരുന്ന സമയത്ത് അവർക്ക് പിന്നെ അതിൻ്റെ പാപത്തിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് പെട്ടെന്നൊന്നും സാധിക്കില്ല. കാരണം അത്രയധികം നാശം അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഒരു അൽമായൻ ചെയ്ത പ്രവൃത്തികളുടെ പ്രതിഫലം എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ട്, അല്ലെങ്കിൽ വളരെ അല്പമായിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒരു വൈദികൻ ചെയ്യുന്ന തെറ്റുകളുടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ പരിണിതഫലം വളരെ വലുതായിരിക്കും. അപ്പോൾ അതൊക്കെ അവരെപ്പോൾ മനസ്സിലാകും? അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്നുള്ളത്, നമുക്ക് ഇതിനെതിരെ ജാഥ നടത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ പന്തം കൊളുത്തി പ്രദർശനം നടത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ വലിയ ചർച്ചകൾ സംഘടിപ്പിച്ച് ഇവരെ ബോധവാന്മാരാക്കാനൊന്നും നടന്നിട്ടൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇതിനെ ഗ്രസിച്ചിരിക്കുന്നത് പിശാച് എന്ന് പറയുന്ന വലിയ തിന്മ തന്നെയാണ്. അതിറങ്ങി പോകാനായിട്ട് അതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്മ മാത്രം ചെയ്താൽ മാത്രമാണ് തിന്മയ്ക്കെതിരെ നമുക്ക് പ്രയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നമ്മളുടെ നന്മയിലുള്ള പ്രവൃത്തികൾ. നമുക്ക് എന്തിനാണ് ഇനി ഈ തിന്മ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു സൈഡിൽ കൂടെ നമുക്ക് നന്മ ചെയ്യാം, അല്ലെങ്കിൽ നന്മ പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രഘോഷണങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇതിനുള്ള പരിഹാരം. അല്ലാതെ ഇതിനെതിരെ നമ്മൾ ബലപ്രയോഗത്തിൽ കൂടെ ഇതൊക്കെ മാറ്റിക്കാനോ അല്ലെങ്കിൽ തിരുത്താനോ ഒന്നും ശ്രമിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. പിശാചിനെതിരെയുള്ള ആയുധങ്ങൾ മാത്രമാണ് ഇതിനെതിരെ പ്രയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും മുന്നോട്ട് പോകാം നമുക്ക്. അതല്ലാതെ ഇതിനൊരു ഉത്തരം അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. വെൽക്കം ടു കോമൺ സെൻസ്.